ഈ 11 ദിവസം ഷാരോൺ രാജ് അക്ഷരാർത്ഥത്തിൽ ഈ ലോകത്തിലെ ഒരു മനുഷ്യനെ അനുഭവിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വേദനയാണ് അനുഭവിച്ചിരുന്നത്. ഈ ചുണ്ട് മുതൽ വെടിച്ച് കീറി ബ്ലീഡ് ചെയ്ത് എലമെൻ്ററി കനാൽ, തൊണ്ടയും എലമെൻ്ററി കനാൽ തൊട്ട് മുഴുവൻ രീതിയിലും ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലിംഗത്തിൽ കൂടി വരെ ബ്ലീഡ് ചെയ്യായിരുന്നു. പൈശാചികത്വം എന്ന് പറയുന്നത് ഗ്രീഷ്മ ഇതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി നോക്കി മനസ്സിലാക്കി പഠിച്ച് പരാതിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പരാതിയില്ല എന്ന് പറഞ്ഞു. കാരണം അവസാന നിമിഷം വരെ ഷാരോൺ രാജ് കരുതുന്നത് എനിക്ക് ഗ്രീഷ്മയെ വിവാഹം ചെയ്യാം. ഓക്സിജൻ കിട്ടാതെ ഏകദേശം ഗ്യാസ്പ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോഴത്തേക്ക് അയാൾക്ക് മരണം മുന്നിൽ കണ്ടുപോയത്. അപ്പോൾ അന്ന് രാവിലെ ഇയാളെ ക്ലീൻ ചെയ്യാൻ കയറിയ ഫാദറിനോട് അദ്ദേഹം കൈപിടിച്ച് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പപ്പ എനിക്ക് മാപ്പ് തരണം. ഷാരോൺ രാജ് യഥാർത്ഥത്തിൽ ഒരു പ്രണയത്തിൻ്റെ രക്തസാക്ഷി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വധിക്കുന്നതിന് മുമ്പ് മറ്റൊരു കൊലപാതക ശ്രമം കൂടെ നടത്തി. അതായത് 22/8/2022 ജ്യൂസ് ചലഞ്ച് എന്നും പറഞ്ഞൊരു ചലഞ്ച് കൊടുത്തു. ആ ചലഞ്ചിനകത്ത് ഏകദേശം 60ഓളം ഡോളോ ഗുളികകൾ കലർത്തി അതൊരു വിഷദ്രാവകമാക്കി മാറ്റിയിട്ട് ജ്യൂസിനകത്ത് മിക്സ് ചെയ്ത്, അപ്പം അതിൻ്റെ അത്രത്തോളം കയ്പ്പ് സഹിക്കാൻ വയ്യാതെ തുപ്പിക്കളയുകയായിരുന്നു. ഏത് പോയിസൺ ആണെങ്കിലും ഒരു കയ്പ്പ് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് വളരെ തന്ത്രപൂർവ്വം ഗ്രീഷ്മ ആവിഷ്കരിച്ച ഒരു രീതി എന്ന് പറയുന്നത്, ഞാൻ കുടിക്കുന്ന ഭയങ്കര കയ്പുള്ള കഷായമാണ്, നിനക്ക് കുടിക്കാമോ എന്ന് പറഞ്ഞ് ചലഞ്ച് കാണിച്ചു. ഈ വിധി വന്നതിന് ശേഷം മുൻ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള കമാൽ പാഷ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. ഇത് വധശിക്ഷ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വ്യക്തമായി പറഞ്ഞു. അപ്പോൾ ഓരോ ജഡ്ജസിനും ഓരോ കേസിന്റെ കാര്യത്തിനകത്ത് അവരുടെ ഒരു ജഡ്ജ്മെന്റ് ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ടിരിക്കും. ആ കേസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരാളിനെ അത് പറയാൻ അർഹതയുള്ളൂ. ഷാരോൺ വധക്കേസിലെ വിധി തൂക്കുകയറായി എത്തുമ്പോൾ തൻ്റെ അഭിഭാഷക ജീവിതത്തിൽ ഒരു പൊൻതൂവൽ നേടിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് VS വിനീത് കുമാർ. സർ, അപ്പം ഈ ഒരു വിധി, വധശിക്ഷ എന്ന വിധി തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസ് അഡ്വക്കേറ്റ് VS വിനീത് കുമാർ ഏറ്റെടുത്തപ്പോൾ തന്നെ ഈ കേസിൻ്റെ ഗതിയിൽ ഒരു മാറ്റം സംഭവിച്ചു എന്ന് അന്നത്തെ ന്യൂസ് ചാനലുകളടക്കം പറഞ്ഞിരുന്നു. അപ്പം സർ, ഈ വിധി നേരത്തെ തന്നെ ഉദ്ദേശിച്ചിരുന്നോ? ഇത് തന്നെ ആയിരുന്നു എക്സ്പെക്റ്റഡ്? ആത്മാർത്ഥമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വധശിക്ഷയിൽ എൻഡ് ചെയ്യുമെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് തോന്നിയത് ഈ ശിക്ഷയെക്കുറിച്ച് കോടതി ഒരു വാദമുന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് പ്രതിയെ അടുത്ത് വിളിച്ചു വരുത്തിയ ശേഷം ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രതി പറഞ്ഞ കുറേ കാര്യങ്ങൾ കോടതി അത് രേഖപ്പെടുത്തി. പിന്നെ അതിനുശേഷം പ്രോസിക്യൂട്ടറെയും പ്രതിയെയും പ്രതിഭാഗം അഭിഭാഷകനെയും ഈ ശിക്ഷയെക്കുറിച്ചിട്ടുള്ള വാദം കേൾക്കും. അങ്ങനെ ഒരു വാദം പറഞ്ഞ് കഴിഞ്ഞ ശേഷമാണ് സത്യം പറഞ്ഞാൽ ഇതൊരു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിൻ്റെ കാറ്റഗറിയിലേക്ക് വരുമെന്ന് പൂർണ്ണമായും എനിക്ക് ബോധ്യപ്പെട്ടതും ഞാൻ വാദം പറഞ്ഞു തീർന്നപ്പം പൂർണ്ണമായും എനിക്കൊരു സംതൃപ്തി ഉണ്ടായ ഒരു കാര്യമായിരുന്നു. കാരണം ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് തന്നെയാണെന്നും അതിനെ തുടർന്ന് കോടതി അത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് കണ്ടെത്തുകയും പിന്നെ വധശിക്ഷയും വിധിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് എൻ്റെ ആ സമയത്ത് ഉണ്ടായ ഒരു കണ്ടെത്തൽ അത് കോടതിയും കൂടി അംഗീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയൊരു സംതൃപ്തി ഉണ്ടാകുന്നൊരു കാര്യമായിരുന്നു. അപ്പോഴാണ് എനിക്കത് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുന്നത് ഇതൊരു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് തന്നെയാണെന്ന്. തുടക്കത്തിൽ ഒരുപക്ഷെ ട്രയൽ ഇങ്ങനെ തുടങ്ങി വന്നപ്പോഴത്തേക്ക് ഇത്രയും അതിൻ്റെ ആ ബ്രൂട്ടാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡസ്റ്റാർട്ട്ലി മാനർ ആൻഡ് ഗ്രൂസം മർഡറിൻ്റെ ആ ഒരു പിക്ചർ ഒരു ഡീപ്പായിട്ട് അത്രത്തോളം മനസ്സിലായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ആ എവിഡൻസുകൾ പൂർത്തിയായി വന്ന അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഇത് ഒരു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നുള്ളതും വധശിക്ഷയിൽ കുറച്ച് ഇതിനകത്ത് വരേണ്ടതല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ട് ഞാൻ കോടതിയിൽ അത് ആർഗ്യൂ ചെയ്തത്. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായൊരു കേസ്, അതുപോലെ തന്നെ ഒരു ക്രിമിനൽ കേസിനെ അത്ര വ്യക്തതയോടെ കൂർമ്മ ബുദ്ധിയോടെ നോക്കിക്കാണുന്ന ഒരു ക്രിമിനൽ ലോയർ അഡ്വക്കേറ്റ് വിനീത് കുമാർ. അപ്പം ഈ ഒരു കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടാണ് സാർ വരുന്നത്. അപ്പം ഈ ഒരു കേസ് ഏറ്റെടുത്ത സമയം മുതലുള്ള ഒരു പെയിനും എഫേർട്സും ചോദിക്കുവാണെങ്കിൽ എങ്ങനെയായിരുന്നു? അതായത് ഈ കേസിൻ്റെ അന്വേഷണ വേളയിൽ അവസാന ഘട്ടത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ഗവൺമെൻറ് എന്നെ അപ്പോയിൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവസാന സ്റ്റേജിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും കൂടി എനിക്ക് ഒരു ഇൻ്ററാക്ഷൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണ്. ആ സമയത്ത് ഈ കേസിൽ വളരെ വലിയൊരു വെല്ലുവിളി ഞാൻ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ
പ്രോസിക്യൂഷന് കോടതി മുമ്പാകെ ഉന്നയിക്കാൻ കഴിയുന്ന ഒരു ചാർജ് എന്ന് പറയുന്നത് ഈ പാരക്വിറ്റ് എന്ന വിഷം, കളനാശിനി കഷായത്തിൽ കൊടുത്ത് ചേർത്ത് കൊടുത്താണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് കേസ്. അപ്പോൾ ഇതിൽ വലിയൊരു പരീക്ഷണ ഘട്ടം എന്ന് പറയുന്നത് ഷാരോണിൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓർഗൻസിലോ വിസറായിലോ അല്ലെങ്കിൽ എക്സ്ക്രീറ്റിലോ ഒന്നും തന്നെ ഈ പാരക്വിറ്റ് എന്ന് പറയുന്ന വിഷം കണ്ടെത്തിയിട്ടില്ല അതുവരെയും. അതൊരു വലിയ വെല്ലുവിളിയായി. അപ്പോൾ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടൊരു സാഹചര്യം ട്രയൽ കോടതിയിൽ ഉണ്ടാകുമ്പോൾ ഈ കേസിന് എന്ത് സംഭവിക്കും എന്നുള്ളത് എല്ലാവർക്കും പോലെ ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്നുള്ള എനിക്കും അതിൻ്റെ ഒരു സംശയമുണ്ടായി. അപ്പോൾ അത് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതും അല്ലെങ്കിൽ ഈ ഗ്യാപ്പ് ഉണ്ടാകാൻ പോകുന്ന ഗ്യാപ്പിനെ എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളത് കോടതിയിലെത്തുമ്പോൾ അത് എങ്ങനെയായിരിക്കണം അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോഴേ ആ സമയത്ത് തന്നെ ഒന്ന് മുൻകൂട്ടി കാണാൻ ശ്രമിച്ചു ഞാൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വളരെയധികം ഒരു സപ്പോർട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ള ഇപ്പോൾ പാറശാല സർക്കിൾ ഇൻസ്പെക്ടറായിരിക്കുന്ന ഒരു സജ്ജി ഉണ്ട്. അദ്ദേഹത്തിന് സ്പെഷ്യലായിട്ടുള്ളൊരു അസൈൻമെൻറ്റ് SP അന്നത്തെ റൂറൽ SP ശ്രീമതി IPS ശില്പ IPS സ്പെഷ്യലായിട്ട് അസൈൻ ചെയ്തു. അതിനെ തുടർന്ന് ഈ സജിക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ ഷാരോൺ രാജിനെ 14/10/2022 മുതൽ അന്ത്യശ്വാസം വലിക്കുന്നത് വരെ, അതായത് 25/10/2022 വരെ ചികിത്സിച്ച എല്ലാ ഡോക്ടർമാരെയും, ആ ഡോക്ടർമാരെ വളരെ സൂക്ഷ്മമായിട്ട് ഈ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥൻ സജ്ജി അത് ചെന്ന് അവരെ കൃത്യമായിട്ടും ട്രീറ്റ്മെൻറ്റുകളുടെ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് കേസ് ഷീറ്റുകൾ പരിശോധിപ്പിച്ച് അത് അവരുടെ ആ വിദഗ്ധ അഭിപ്രായം ഇങ്ങനെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് അവിടെ തൊട്ട് പോലീസിനെ ഗൈഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ നല്ല ഒരു റിസൾട്ട് എനിക്ക് ഉണ്ടാക്കിയെടുക്കാനൂടെ കഴിഞ്ഞു. അപ്പോൾ ഈ ഓഫീസർ മറ്റന്വേഷണ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഇത് കോർഡിനേറ്റ് ചെയ്ത് സൂപ്പർവൈസ് ചെയ്ത റൂറൽ SP ശ്രീമതി ശില്പ IPSും വളരെ എല്ലാ മറ്റു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു അന്വേഷണം ആയപ്പോൾ ഈ വിഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വിദഗ്ധ അഭിപ്രായവും പിന്നെ കാരണം ഇത് ഈ പാരക്വിറ്റ് എന്ന് പറയുന്ന വിഷം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ ശേഷം 24 മണിക്കൂറിനുള്ളിൽ അത് പൂർണ്ണമായിട്ടും എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ 90%, പിന്നെ ബാക്കി 10% ഈ ശരീരത്തിലുണ്ടാവുക. അത് ഈ ഷാരോണിനെ സംബന്ധിച്ചിടത്തോളം ഈ 11 ദിവസം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിൽ കിടക്കുന്ന സമയത്ത് അത് 3 ഡയാലിസിസും കൂടെ ചെയ്തു. അപ്പം രക്തശുദ്ധീകരണമാണല്ലോ, അതിൽ പൂർണ്ണമായിട്ടും അതും പോയി കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ബ്ലഡിൽ നിന്ന് പോലും ഒരിടത്തുനിന്നും യൂറിനിൽ നിന്നൊന്നും കിട്ടാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തൊരു ഘട്ടത്തിലാണ് അന്വേഷണം അവസാന ഘട്ടത്തിലെത്തുകയും ഞാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് രംഗപ്രവേശം ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ആ സമയം തൊട്ട് നമ്മൾ ഒരുമിച്ച് പോലീസും എനിക്കും പ്രോസിക്യൂട്ടർ എന്ന രീതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ആ ഒരു വലിയ ഘട്ടം നമുക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞു. അതിന് കൂടെ ലോകപ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടർ VV പിള്ള, ടോക്സിക്കോളജിസ്റ്റ്, അദ്ദേഹം അമൃതയിലെ ഇപ്പോൾ ഫോറൻസിക്കിൻ്റെ മേധാവിയും ഒരു ടോക്സിക്കോളജിസ്റ്റുമാണ്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ UNOയിൽ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലെ ഒരു കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് ഉള്ള ഒരു പാനലിസ്റ്റാണ്. അദ്ദേഹത്തിനെയും കൂടി ഈ റെക്കോർഡുകളും പരിശോധിപ്പിച്ച് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനും എല്ലാം എടുത്തപ്പോൾ അദ്ദേഹം വളരെ ബ്ലൈൻഡായിട്ട് തന്നെ ഇത്രയും റെക്കോർഡുകൾ കണ്ടുകൊണ്ട് തന്നെ യാതൊരുവിധ കേസും നമ്മുടെ ഹിസ്റ്ററി എടുക്കാതെ തന്നെ പറഞ്ഞു, ദിസ് ഈസ് പ്യുവർലി the cause of death is due to consumption of paraquat poison, no doubt about it എന്ന് അദ്ദേഹം അപ്പം തന്നെ പറഞ്ഞു. കാരണം ഈ പാരക്വിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ഏതെല്ലാം ഓർഗൻസിനെ ആദ്യം പിന്നെ ഏത് ഓർഗൻ, രണ്ടാമത്തെ മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ട് ഇത് വ്യക്തമായിട്ട് ഇതിനൊരു രീതിയുണ്ട് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ആദ്യം ഇതിനെ മനുഷ്യ ശരീരത്തിൽ ഇത് നശിപ്പിക്കുന്നത് വായു മുതൽ ഇതൊരു ക്രോസി പോയിസൺ ആയതുകൊണ്ട് കംപ്ലീറ്റ് അഴുകുന്ന നിലയിലേക്ക് എത്തും, ഉള്ളിൽ അങ്ങ് അറ്റം വരെ എത്തും. പിന്നെ ഇൻറ്റേർണൽ ഓർഗൻസിനെ ബാധിക്കുന്നത് ആദ്യം കിഡ്നിയെയാണ്, രണ്ടാമത് ബാധിക്കുന്നത് ലിവറിനെയാണ്, മൂന്നാമത് ബാധിക്കുന്നത് ലങ്സിനെയാണ്. അപ്പോൾ ഇതിൻ്റെ കേസ് റെക്കോർഡ് നോക്കുമ്പോൾ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഇതിൻ്റെ ഓരോ ഫംഗ്ഷൻ എങ്ങനെ എത്തിയിരിക്കുന്നു എന്നുള്ളതും ബ്ലഡ് വാല്യൂസ് അല്ലെങ്കിൽ മറ്റ് ഓരോന്നിനും ഇപ്പോൾ
ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ കിഡ്നിയുടെ ഫങ്ഷൻ നോക്കുമ്പം ഇങ്ങനെ നോക്കി വരുന്നതും ഈ കേസ് ഷീറ്റും ഈ പോയിസൻ്റെ രീതികളും എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതെല്ലാം കൊണ്ട് വളരെ കറക്റ്റായിട്ട് ഈ പോയിസൺ അല്ലാതെ വേറെ ഒരു പോയിസണും ഇങ്ങനെ പ്രവർത്തിക്കില്ല എന്നുള്ളത് രേഖകൾ കൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് ഇതിൻ്റെ തെളിയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇതെന്തുകൊണ്ട് റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസായിട്ട് പരിഗണിക്കണമെന്ന് കോടതിക്കും കൂടെ തോന്നിയെന്ന് പറഞ്ഞാൽ, ഈ 11 ദിവസം ഷാരോൺ രാജ് അക്ഷരാർത്ഥത്തിൽ ഈ ലോകത്തിലെ ഒരു മനുഷ്യനെ അനുഭവിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വേദനയാണ് അനുഭവിച്ചിരുന്നത്. കാരണം ശരീരത്തിൽ നമുക്ക് നമ്മുടെ വായിലൊരു ഈ വായ്പുണ്ണെന്ന് പറയുന്ന ഒരു ചെറിയ ആഫ്റ്റർ സൾസർ എന്ന് പറയത്തില്ലേ, അത് വന്നാൽ നമുക്കുണ്ടാകുന്ന പെയിൻ നമുക്കറിയാമല്ലോ. ഈ ഷാരോൺ രാജ് ഈ പോയിസൺ എടുത്ത് കഷായത്തിൽ മിക്സ് ചെയ്ത് ഗ്രീഷ്മ കുടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ചുണ്ട് മുതൽ വെടിച്ച് കീറി ബ്ലീഡ് ചെയ്ത് എലമെൻ്ററി കനാൽ, തൊണ്ടയും എലമെൻ്ററി കനാൽ തൊട്ട് മുഴുവൻ ഏനസ് വരെയും മുഴുവൻ രീതിയിലും ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈവൻ ലിംഗത്തിൽ കൂടി വരെ ബ്ലീഡ് ചെയ്യായിരുന്നു. അതുവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ അത് അത്രയധികം ഓരോ ദിവസവും വളരെ കഠിനമായിട്ടുള്ളൊരു വേദന അനുഭവിച്ചിട്ടാണ് ഈ യുവാവ് മരിക്കുന്നത്. അത് തീർച്ചയായിട്ടും കോടതിക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ ചികിത്സാ രേഖകൾ കൊണ്ടും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി, ഡോക്ടേഴ്സിൻ്റെ തെളിവ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏറ്റവും വലിയ ഒരു പൈശാചികത്വം എന്ന് പറയുന്നത്, ഗ്രീഷ്മ ഇതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി നോക്കി മനസ്സിലാക്കി പഠിച്ച് ഈ സ്ലോ പോയിസണിലൂടെ തനിക്ക് യാതൊരുവിധ മറ്റുള്ളവർക്ക് ഒരു സംശയവും എന്നെക്കുറിച്ച് തോന്നരുത് എന്നുള്ള രീതിയിൽ സ്ലോ പോയിസണിങ് ആയിട്ട്, കാരണം ഈ വിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-15 ദിവസത്തിനുള്ളിലേ മരിക്കുകയുള്ളൂ എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട്. കാരണം ഇത് വളരെ വ്യക്തമായിട്ട് വെബ് സെർച്ച് നടത്തി പഠിച്ചിരിക്കുക. അതാണ് ഇതിനകത്തുള്ള ആ ഒരു ഇൻ്റലിജൻറ്റ് ക്രിമിനലിൻ്റെ ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പല അഭിപ്രായങ്ങളുമൊക്കെ ഇങ്ങനെ വരുന്നു, ഇതിനൊരു ഡെത്ത് പെനാൽറ്റിയുടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുമ്പം പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രൊവോക്കേഷനിലുണ്ടായ ഒരു മർഡറല്ല. സ്നേഹിച്ച് ആ സ്നേഹത്തിൻ്റെ ഷാരോൺ രാജിൽ പൂർണ്ണമായും വിശ്വാസം ആർജിച്ചെടുത്ത്, ഷാരോൺ രാജ് അങ്ങ് കഠിനമായിട്ടുള്ളൊരു പ്രണയമായിരുന്നു. അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ഒരു ടോക്സിക് ലവ് എന്നൊക്കെ പറയുമെങ്കിലും ഇദ്ദേഹം വിവാഹം കഴിക്കുന്നതിന് മാത്രമാണ് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത്. അങ്ങനെയാണ് ഉള്ള പ്രോമിസ് കൊടുത്തിരുന്നത്. പക്ഷേ ഈ നിൽക്കുന്ന സമയത്താണ് ഈ 4/3/2022 ഒരു ആർമി ഉദ്യോഗസ്ഥരുമായിട്ട് ഗ്രീഷ്മയുടെ വിവാഹ നിശ്ചയം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വിവാഹം നിശ്ചയം നടന്നതിന് ശേഷം ഇൻ്റലിജൻ്റായിട്ടുള്ള ഒരു പ്രവർത്തനം ഇദ്ദേഹത്തിൻ്റെ നമുക്ക് എത്രത്തോളം ഒരു അക്സെപ്റ്റ് ചെയ്യാൻ, ഈ സമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഗ്രീഷ്മ ചെയ്തത്. ഒരേ ദിവസം തന്നെ ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ഷാരോണുമായിട്ടും ഫോണിൽ ബന്ധപ്പെടുന്നു, ഈ പട്ടാളക്കാരനുമായിട്ടും ബന്ധപ്പെടുന്നു. അദ്ദേഹം വളരെ ദൂരെയാണ് ആ സമയത്ത് ജോലി ചെയ്തിരുന്നത്. അങ്ങനെ രീതിയിൽ രണ്ടുപേരെയും ചതിച്ചുകൊണ്ട് പോകുന്ന ഒരു തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. പിന്നീട് അതിന് ശേഷം ഷാരോൺ രാജുമായിട്ട് കുറച്ച് ദിവസങ്ങളിൽ അവർ പിണങ്ങിയിരുന്നെങ്കിലും ഇയാൾ കൂടുതൽ കാലം ഇനി ഇയാൾ ജീവിച്ചിരിക്കുന്നത് അപകടമാണ് എന്ന് ഗ്രീഷ്മ മനസ്സിലാക്കിയിട്ട് വീണ്ടും സ്നേഹം നടിച്ച് അടുത്തെത്തുകയായിരുന്നു. സ്നേഹം നടിച്ച് അടുത്തെത്തിയിട്ട് പല സ്ഥലങ്ങളിലും അവരൊരുമിച്ച് പോയി. ഈ ഷാരോൺ രാജിനെ കൊണ്ട് ഗ്രീഷ്മയുടെ കഴുത്തിൽ താലി കെട്ടിച്ചു. പിന്നെ വെട്ടുകാട് പള്ളിയിലും പോയി കുങ്കുമം ചാർത്തിച്ചു. പിന്നെ അവർ പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് യാത്ര ചെയ്തു. സ്വകാര്യ നിമിഷങ്ങൾ അവർ പങ്കുവച്ചു, ഹോട്ടലുകളിൽ മുറികളിലെടുത്ത്. ഇങ്ങനെയല്ല, അതെല്ലാം ഗ്രീഷ്മയും സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്രത്തോളം വിശ്വാസം ആർജിച്ചെടുത്ത ശേഷമാണ് ഒരു സംഭവം. ഇതിനു മുമ്പ് ഒരു കൊലപാതക ശ്രമം നടത്തി. ഈ യഥാർത്ഥത്തിൽ വധിക്കുന്നതിന് മുമ്പ് മറ്റൊരു കൊലപാതക ശ്രമം കൂടെ നടത്തി. അതായത് 22/8/2022 ജ്യൂസ് ചലഞ്ച് എന്നും പറഞ്ഞൊരു ചലഞ്ച് കൊടുത്തു. ആ ചലഞ്ചിനകത്ത് ഏകദേശം 60ഓളം ഡോളോ ഗുളികകൾ കലർത്തി അതൊരു വിഷദ്രാവകമാക്കി മാറ്റിയിട്ട് ജ്യൂസിനകത്ത് മിക്സ് ചെയ്ത് തയ്യാറാക്കി കയ്യിൽ വെച്ചു. 2 കുപ്പികൾ ബാഗിനകത്ത് വെച്ചിരുന്നു. ഗ്രീഷ്മ തന്നെ വാങ്ങിയതാണ്. അതെല്ലാം തെളിവിൽ വന്ന കാര്യമാണ് എല്ലാം. ജ്യൂസ് ചലഞ്ചൊക്കെ എനിക്ക് തോന്നുന്നു ഈ മീഡിയയിലൂടെയൊക്കെ ഒരു പക്ഷേ വളരെ വ്യാപകമായിട്ടൊക്കെ പ്രചരിച്ചു. അതൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അത് ആദ്യം ഒന്ന് കൊടുത്തു കുടിക്കാനായിട്ട്. അപ്പം അതിൻ്റെ അത്രത്തോളം കയ്പ്പ് സഹിക്കാൻ വയ്യാതെ തുപ്പിക്കളയുകയായിരുന്നു. അത് തുപ്പിക്കളഞ്ഞപ്പോൾ അതങ്ങനെ ഫെയില്യൂറായി. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അതൊരു വധശ്രമമാണ്. അത് ഫെയില്യൂറായതിന് ശേഷം ഈ കയ്പ്പ് ഇതിനകത്ത്
ഏത് പോയിസൺ ആണെങ്കിലും ഒരു കയ്പ്പ് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് വളരെ തന്ത്രപൂർവ്വം ഗ്രീഷ്മ ആവിഷ്കരിച്ച ഒരു രീതി എന്ന് പറയുന്നത്, ഞാൻ കുടിക്കുന്ന ഭയങ്കര കയ്പുള്ള കഷായമാണ്, നിനക്ക് കുടിക്കാമോ എന്ന് പറഞ്ഞ് ചലഞ്ച് കാണിച്ചു. യുവാക്കളല്ലേ, ചെറുപ്പക്കാരല്ലേ, ഞാൻ കുടിച്ച് കാണിച്ചു തരാം, നീ കുടിക്കുന്ന കഷായത്തിനേക്കാളും വലിയ കഷായം കയ്പ് ഞാൻ കുടിച്ചു തരാം എന്നുള്ളൊരു ചലഞ്ച് അങ്ങ് ഏറ്റെടുത്തു. അപ്പം അതിനകത്ത് ട്രാപ്പിലേക്ക് വീണു എന്നുള്ളത് ഗ്രീഷ്മ മനസ്സിലാക്കി. പിന്നെ വളരെ കറക്റ്റായിട്ടുള്ള സമയം കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ ഈ 14/10/2022 വെളുപ്പിന് 7:26 വീണ്ടും പാരക്യൂറ്റിനെ കുറിച്ച് കയറി പഠിച്ചു. ഇതിൻ്റെ രീതി, എത്ര സമയമെടുക്കും, എത്ര ml കൊടുത്താൽ ആണ് ഇത്ര സമയം കൊണ്ട് മരിക്കുക, ഇതെല്ലാം വീണ്ടും മനസ്സിലാക്കിയിട്ട് ഇത് പിന്നെ ഗൂഗിൾ സെർച്ചും എല്ലാം നടത്തി, വിക്കിപീഡിയ സെർച്ച് ഒക്കെ നടത്തിയിട്ട് വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ പ്രവർത്തന രീതിയും കൂടെ മനസ്സിലാക്കിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. അമ്മയും അമ്മാവനും 2ാം പ്രതിയും 3ാം പ്രതിയും വീട്ടിൽ നിന്ന് 10 മണിയോടെ ഇറങ്ങി, 10:15 ഇറങ്ങി. ഇതിലെ 2ാം സാക്ഷി റെജിനുമായിട്ട് ഷാരോൺ വീട്ടിൽ അവിടെ എത്തി. 10:30 എത്തി രാവിലെ, സംഭവ ദിവസം എത്തിക്കഴിഞ്ഞിട്ട് പിന്നീട് 20 മിനിറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത് മാത്രമാണ് ഈ 2ാം സാക്ഷി റെജിൻ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കാണുന്നത്. പച്ച നിറത്തിൽ ഛർദ്ദിച്ചുകൊണ്ട് വരുന്നതാണ് കാണുന്നത്. പിന്നെ ബൈക്കിൽ അവർ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയങ്ങളിൽ 3 ഛർദ്ദിച്ചു. ആ സമയത്ത് ഈ റെജിൻ അയാളോട് ചോദിച്ചു, ഷാരോൺ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, ഗ്രീഷ്മ എനിക്ക് കുടിക്കാൻ കഷായം തന്നു, അവൾ ചതിച്ചു എന്നൊരു വാക്ക് ഈ ആത്മാർത്ഥ സുഹൃത്തിനോട് മാത്രം പറഞ്ഞു, മറ്റാരോടും പറഞ്ഞില്ല. മജിസ്ട്രേറ്റ് വന്ന് മൊഴിയെടുത്തപ്പോഴും കഷായം ഈ കൂട്ടുകാരി കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഈ ഷാരോൺ രാജ് ഒരിക്കലും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല ഗ്രീഷ്മ ചതിക്കുമെന്നും എന്നെ കൊലപ്പെടുത്തും എന്നുള്ളത്. പക്ഷേ അവൾ ചതിച്ചു എന്ന് ഈ സുഹൃത്തിനോട് പറഞ്ഞു, അത് അത്രയധികം വേണ്ട. പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ഈ ഷിമോൺ രാജ് ബ്രദറിനോടും അച്ഛനോടും ഒന്നും തന്നെ അവൾ ചതിച്ചു എന്ന് പറഞ്ഞില്ല. കാരണം ഒരിക്കലും പറയാൻ പറ്റത്തില്ല, കഷായം കുടിച്ചു എന്ന് പോലും പറയാൻ പറ്റത്തില്ല അവിടെ ചെന്ന്. അവരെനിക്കൊരു ജ്യൂസ് തന്നു, ആ ജ്യൂസിന് കുടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ആയി എന്ന് മാത്രമേ ഇയാൾ പറഞ്ഞുള്ളൂ. മജിസ്ട്രേറ്റിനോട് മരണമൊഴിയിൽ പറയുമ്പോഴും എൻ്റെ കൂട്ടുകാരി കഷായം തന്നു, അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് പറയുമ്പോഴും പരാതിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പരാതിയില്ല എന്ന് പറഞ്ഞു. കാരണം അവസാന നിമിഷം വരെ ഷാരോൺ രാജ് കരുതുന്നത് രക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഗ്രീഷ്മയെ വിവാഹം ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അത് അവസാനം കിഡ്നി തകർന്നു, പിന്നെ ലിവർ തകർന്നു. 22-ാം തീയതി ആയപ്പോഴത്തേക്കും ലങ്സിൽ അല്പം പോലും ഓക്സിജൻ എത്താത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ, ഓക്സിജൻ കിട്ടാതെ ഏകദേശം ഗ്യാസ്പ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോഴത്തേക്ക് അയാൾക്ക് മരണം മുന്നിൽ കണ്ടു അയാൾ. അപ്പോൾ അന്ന് രാവിലെ ഇയാളെ ക്ലീൻ ചെയ്യാൻ കയറിയ ഫാദറിനോട് അദ്ദേഹം കൈപിടിച്ച് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പപ്പ എനിക്ക് മാപ്പ് തരണം. ഞാൻ ഗ്രീഷ്മയുടെ വീട്ടിൽ പോയപ്പം ഗ്രീഷ്മ തന്ന കഷായത്തിൽ എന്തോ മാരകമായത് എനിക്ക് കലക്കി തന്നു. അതിന് ശേഷമാണ് എനിക്ക് പ്രകാരം സംഭവിച്ചത്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ്. ഇത് കേട്ട് ഈ അച്ഛൻ തകർന്നു പോയി. അച്ഛൻ പെട്ടെന്ന് കരഞ്ഞ് പുറത്തിറങ്ങി. ബാക്കി റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു, ഈ ഷിമോൺ രാജൊക്കെ ഉൾപ്പെടെ. അവരോട് പറഞ്ഞു, ആ സമയം വരെയും മരിക്കുന്നവരെയും അല്ലെങ്കിൽ മരിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാകുന്നവരെയും ഗ്രീഷ്മയെ സംരക്ഷിച്ച ഒരു യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹം ഉള്ള, അല്ലെങ്കിൽ പ്രണയമുള്ള, അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ഒരു കാൽപ്പനികമായിട്ടുള്ളൊരു സങ്കല്പം കാത്തു സൂക്ഷിച്ചൊരു യുവാവാണ്. അതുകൊണ്ടാണ് ഈ ഷാരോൺ രാജ് യഥാർത്ഥത്തിൽ ഒരു പ്രണയത്തിൻ്റെ രക്തസാക്ഷി എന്ന് പറയുന്നത്. 24 വയസ്സ് പ്രായം എന്ന് പറയുന്നത് 24 വയസ്സ് ചെയ്യുന്ന സമയത്ത് 22 ഉള്ളൂ. ഇപ്പോൾ 24 വയസ്സിൽ വധശിക്ഷയ്ക്ക് മുന്നിലെത്തുന്നു. അപ്പോൾ സാർ, ഇന്ത്യയിൽ ഇതുപോലുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വധശിക്ഷ എന്നൊരു വിധിയിലേക്ക് പോകുന്ന കുറ്റകൃത്യങ്ങൾ വളരെ കുറവാണ്. അപ്പം ഒരു വധശിക്ഷയിലേക്ക് ഒരു പ്രതി എത്തണമെങ്കിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് വധശിക്ഷ പോലൊരു ശിക്ഷാവിധിയിലേക്ക് എത്തുന്നത്? പ്രധാനമായിട്ടും കാരണം ഇതിന് നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2 കേസുകൾ വളരെ പ്രധാനപ്പെട്ട, അത് ഈ ഏതൊക്കെ തരത്തിലാണ് വധശിക്ഷ കൊടുക്കേണ്ടത്. ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുമ്പോൾ, ഒരു കേസ് മുഴുവൻ ട്രയലിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ആ ജഡ്ജിന് ബോധ്യപ്പെടണം ഇതൊരു സാധാരണ കേസല്ല, അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് ആദ്യം ബോധ്യപ്പെടണം. അപ്പോൾ ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് എന്ന് പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവണം. അപ്പോൾ ആ സ്പെഷ്യാലിറ്റി
എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പക്ഷേ സാധാരണ രീതിയിൽ അപൂർവങ്ങളിൽ അപൂർവമാകുന്ന കേസുകളെന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികളോട് ചെയ്യുന്ന വലിയൊരു ക്രൂരമായിട്ടുള്ള കൊലപാതകം, അല്ലെങ്കിൽ സ്റ്റേറ്റിനെതിരായിട്ട് ഒരു യുദ്ധപ്രഖ്യാപനത്തിലൂടെ നടത്തുക. നമുക്കറിയാം പാർലമെൻറ്റ് അറ്റാക്ക് കേസ്, അതിനകത്ത് വധശിക്ഷ കൊടുത്തതാണ്. പിന്നെ ഈ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കോൺഷ്യൻസ് ഓഫ് ദ സൊസൈറ്റിയെ ഷോക്ക് ചെയ്തിരിക്കുന്ന ഒരു സംഭവമായിരിക്കണം. അപ്പോൾ ഇത് ഒരു നാടിനെ നടുക്കിയ ഒരു സംഭവം എന്ന് ഉണ്ടെങ്കിൽ അതിനെ തീർച്ചയായിട്ടും ഒരു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിൻ്റെ കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിൽ ഈ ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന ഒരു കേസ്, അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും, പിന്നെ ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ വന്ന മറ്റൊരു വിധി മാച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന മറ്റൊരു കേസ്, തുടർന്ന് നിരവധി കേസുകളിൽ ഇത് പ്രതിപാദിച്ചു, ഏതൊക്കെ കേസുകളിൽ എങ്ങനെയാണ് വധശിക്ഷ കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് ഇപ്പം ഈ സാഹചര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ കോടതിക്ക് ഇപ്പം തീർച്ചയായിട്ടും പ്രതിയുടെ പ്രായം, പ്രതി ഒരു റിഫർമേഷന് സാധ്യതയുള്ള കേസാണോ, ഇതൊക്കെ നോക്കി പരിശോധിക്കണം. ഇതെല്ലാം നോക്കി പരിശോധിച്ചതിന് ശേഷം അത് ഈ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയും, വധശിക്ഷ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് നോക്കാൻ. പക്ഷേ എന്നാൽ ഒരു കൊടുക്കേണ്ടതാണ് എന്ന് ഉള്ള ഭാഗം, വധശിക്ഷ കൊടുക്കേണ്ട കേസാണ് എന്ന് നോക്കുന്നതിൽ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസും പരിഗണിക്കുമ്പോൾ ഈ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ഒരു അല്പമെങ്കിലും മുകളിലേക്ക് നിൽക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ ആ ട്രയൽ കോടതിക്ക് അത് വധശിക്ഷ കൊടുക്കാവുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു സാധാരണ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള ഒരു പ്രിൻസിപ്പിൾ. ഇപ്പം റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിൻ്റെ ഗണത്തിൽ പെടുത്താൻ കഴിയുന്നതാണോ എന്നുള്ളത്. വധശിക്ഷ എന്ന വിധി വന്നെങ്കിലും ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അവസാന വധശിക്ഷ നടന്നത് 32 വർഷങ്ങൾക്ക് മുന്നേ റിപ്പർ ചന്ദ്രൻ എന്ന പ്രതിയെയാണ്. എന്നാൽ അതിനുശേഷം നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഗ്രീഷ്മയുടെ കാര്യത്തിൽ വിധി പറഞ്ഞ അതേ ജഡ്ജ്, ബഷീർ എന്ന് പറഞ്ഞ അതേ ജഡ്ജ് തന്നെ ഇതിനു മുന്നേയും ഒരു സ്ത്രീക്ക്, റഫീഖ ബീവിക്കും ഇതുപോലെ തന്നെ വധശിക്ഷ വിധിച്ചിരുന്നു. എന്നാൽ അതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വധശിക്ഷയിലേക്ക് ആ തൂക്കുകയർ അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിധി വന്നതിന് ശേഷമുള്ള ഗ്രീഷ്മയുടെ ന്യൂസുകളിലൂടെ നമ്മൾ കണ്ട ഗ്രീഷ്മയാണെങ്കിൽ പോലും പഴുതുകൾ ഏറെയാണ് എന്ന്, എനിക്കിനിയും ഹൈക്കോടതിയിലേക്ക് പോകാം, സുപ്രീം കോടതിയിലേക്ക് പോകാം, അതിനുശേഷമുള്ള ദയാഹർജി പോലെയുള്ള പഴുതുകൾ ഏറെയാണെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ആണോ അവരുടെ മുഖത്ത് കണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം സർ, ഈ വധശിക്ഷ എന്നുള്ളത് നീണ്ടുപോകാനോ അത് ജീവപര്യന്തത്തിലേക്ക് എത്താനോ സാധ്യതകളുണ്ടോ? നമ്മുടെ ഒരു നീതിന്യായ വ്യവസ്ഥിതിയുടെ ഒരു യഥാർത്ഥത്തിലുള്ള മുഖം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പം നമുക്ക് എല്ലാവരും നേരത്തെ തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഒക്കെയാണ്. ഇപ്പോൾ വെൻ ജസ്റ്റിസ് ഈസ് ഡിലേഡ് ജസ്റ്റിസ് ഈസ് ഡിനൈഡ് എന്ന്, അല്ലേ? അപ്പം ഇത് കാലം നീണ്ടു പോകുന്തോറും നമുക്കൊരു ജസ്റ്റിസ് കിട്ടാനുള്ളവർക്ക് ജസ്റ്റിസ് കിട്ടുന്നില്ല എന്നുള്ളൊരു ഫാക്റ്റ് ഉണ്ട്. പക്ഷേ അത് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോൾ ഒരു നീതിന്യായ വ്യവസ്ഥിതിയിൽ ഒരിക്കലും ഇന്ത്യയെ കുറ്റം പറയാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ കുറ്റം പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അത്രയധികം ക്രൈംസ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ടും സുനിശ്ചിതമായിട്ടുമുള്ള ഓരോ ചെറിയ നിയമത്തിൻ്റെ തലനാരിഴ കീറി പരിശോധിച്ച് ഓരോ കേസുകളും ജസ്റ്റിസ് കിട്ടുന്നു എന്ന് നമ്മൾ കോടതികൾ ബോധ്യപ്പെട്ടുകൊണ്ടാണ്, പ്രത്യേകിച്ച് ഈ സെഷൻസ് കോടതികളും അതുപോലെ ഹൈക്കോടതിയും പിന്നെ അത് സുപ്രീം കോടതിയിലൊക്കെ എത്തുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പണ്ട് മുതൽ കേൾക്കുന്ന ഒരു ആപ്തവാക്യം, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന് വരുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് അത്രയധികം സൂക്ഷ്മതയോടുകൂടി പോകുന്നതാണ് ഈ ഡിലേ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം എന്നുള്ളത് ഈ സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് മനസ്സിലാകും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കോടതി, ഇപ്പോൾ നമ്മുടെ ഈ കേസ് തന്നെ, ഈ ഷാരോൺ മർഡർ കേസ് തന്നെ, ഇതിലിപ്പോൾ ഒരു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് എന്ന് സെഷൻസ് കോടതി കണ്ടെത്തിയ ഒരു കേസാണ്. അപ്പം ജഡ്ജ്മെൻറ്റിനെ വീണ്ടും അപ്പീൽ പ്രതി പോകുമ്പോൾ ഇതിന് വളരെ ഈ സ്ക്രൂട്ടണിക്ക് വിധേയമാക്കും, ഇതിൽ വധശിക്ഷ കൊടുക്കേണ്ടതാണോ എന്നുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഡിവിഷൻ ബെഞ്ച് ആണിത് പരിശോധിക്കുക. അപ്പോൾ ആ പരിശോധിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഈ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസിൽ ഈ 2 ജഡ്ജിമാരുടെ വിലയിരുത്തൽ ഈ ട്രയൽ ജഡ്ജിൻ്റെ വിലയിരുത്തലിൽ നിന്ന് വിഭിന്നമായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ജീവപര്യന്തമാക്കുന്നതിന് നിയമ തടസ്സമൊന്നുമില്ല. ആകണമെങ്കിലാകാം എന്നുള്ളൊരു സാഹചര്യമേ ഉള്ളൂ. പക്ഷേ അവർ ഈ ജഡ്ജി കണ്ടെത്തിയിരിക്കുന്ന അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ആണ് ശരിയെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഒരു വധശിക്ഷയെ
ട്രയൽ ജഡ്ജിൻ്റെ വിധിയെ അംഗീകരിച്ച് അത് ബാക്കിയുള്ള നടപടിയിലേക്ക് പോകും. അതാണ് സംഭവിക്കുന്നത്. അതിപ്പോൾ നമുക്ക് എന്തായിരിക്കും ഇതിനകത്ത് ഒരു വിധി എന്നുള്ളത് അംഗീകരിക്കുമോ അല്ലെങ്കിൽ വധശിക്ഷ കുറച്ച് ജീവപര്യന്തമാക്കുമോ എന്ന് ഒരിക്കലും നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടൊരു കാര്യം ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് മറ്റു ജഡ്ജസിൻ്റെ ഒരു വിലയിരുത്തലിനെ ആശ്രയിച്ചിട്ട് ഇരിക്കുകയുള്ളൂ. ഇപ്പോൾ തുല്യതയുടെ കാര്യത്തിലാണെങ്കിലും നീതിദേവത തുല്യമായി തന്നെയാണ് വിധി നിർണ്ണയിച്ചിരിക്കുന്നത്. കാരണം തെറ്റ് ചെയ്താൽ ഏത് പെണ്ണായാലും ശിക്ഷിക്കപ്പെടുമെന്ന്, അതായത് ഈ വിധി വന്നപ്പോൾ പുരുഷന്മാർക്ക് അഭിമാനിക്കാനുള്ളൊരു കാര്യം കൂടിയാണ് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പെൺകുട്ടി എന്ന നിലയ്ക്ക്, അതായത് മനുഷ്യാവകാശ കമ്മീഷൻ്റെയോ അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ്റെയോ അങ്ങനെയുള്ള കമ്മീഷൻ്റെയൊക്കെ ഇടപെടലുകൾ ഈ ഒരു വിധിയിൽ മാറ്റം വരുത്താൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇടപെടലുകൾക്ക് സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. അത് കാരണം ഈ ജെൻഡർ ഇക്വാളിറ്റി എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് പുരുഷനായാലും സ്ത്രീ ആയാലും ക്രൈമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പുരുഷൻ ക്രൈം ചെയ്താലും അല്ലെങ്കിൽ സ്ത്രീ ക്രൈം ചെയ്താലും ക്രൈം തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ ഇപ്പം ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച്, ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചാണെങ്കിലും ഇപ്പം ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചാണെങ്കിലും അത് പിന്നെ കൃത്യമായിട്ട് കുറ്റം ചെയ്തത് ആരാണോ അത് അവർക്ക് ഒരുപോലെ തന്നെയാണ് ശിക്ഷ വരുന്നത്. പിന്നെ ഈ സ്ത്രീയാണ് എന്നൊക്കെ പരിഗണനകളൊക്കെ ചില സാഹചര്യങ്ങളിൽ ഈ ശിക്ഷ ഒന്ന് ഇളവ് ചെയ്യുന്നതിലേക്ക് പരിഗണിക്കപ്പെടാറുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അത് ഇപ്പോൾ ഹൈക്കോർട്ടിലും സുപ്രീം കോടതിയിലൊക്കെ എത്തുമ്പോഴത്തേക്ക് അതൊരു കോർട്ട് ഓഫ് റെക്കോർഡ്സാണ് എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആ കോടതിക്ക് ഒരു ഇൻഹറൻറ്റ് ജൂറിസ്ഡിക്ഷൻ ഉപയോഗിച്ച് ചില ഇളവുകൾ കൊടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിലപ്പോൾ പരിഗണിക്കാം, പ്രായത്തിൻ്റെ ഭാഗമൊക്കെ. ഇപ്പോൾ ഈ ഗ്രീഷ്മയുടെ കാര്യത്തിനകത്ത് പ്രായത്തിൻ്റെ ഒരു ഇളവ് പോലും ലഭിക്കാൻ അർഹതയില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. കാരണം ഇത്രയധികം വളരെ ഇൻ്റലിജൻ്റായിട്ട് ആ കുട്ടിക്ക് MA ലിറ്ററേച്ചർ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായ ഒരു കുട്ടിയാണ്. പിന്നെ ഇതിൽ ഈ വിവരസാങ്കേതിക വിദ്യയിൽ അതീവ നൈപുണ്യമുള്ളൊരു കുട്ടിയാണ്. പക്ഷേ ഈ ഗ്രീഷ്മ ഈ അറിവുകളെല്ലാം തന്നെ ഉപയോഗിച്ചത് 5 മാസത്തെ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ്, ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കി പഠിച്ച് ഷാരോൺ രാജിനെ വകവരുത്താനാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ പെട്ടെന്ന് ചെയ്ത ഒരു പ്രൊവോക്കേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴക്കുണ്ടായി ചെയ്ത ഒരു സംഭവമല്ല. അപ്പോൾ ഒരു ആർമിക്കാരനുമായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി ഷാരോൺ രാജ് ഒരു തടസ്സമായി ജീവിതത്തിൽ വരാനേ പാടില്ല എന്നുള്ളത് കൊണ്ട് വളരെ ഒരു ഡെവലിഷ് ചിന്താഗതിയോടുകൂടി പ്രവർത്തിച്ച ഒരു ക്രിമിനലാണ് ഗ്രീഷ്മ. അപ്പോൾ അതുകൊണ്ട് ഇതിലൊരു ആ ഭാഗമൊന്നും തന്നെ കോടതി പരിഗണിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം പ്രായത്തിൻ്റെ ഇളവാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇമ്മച്യൂരിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ ചില സാഹചര്യങ്ങൾ നോക്കാം. പക്ഷേ ഈ കേസിനകത്ത് അത് കഴിയില്ല എന്നാണ് ഞാൻ അത് എൻ്റെ ആർഗ്യുമെൻറ്റ് പൂർത്തിയായപ്പോഴും അത് ഞാൻ ആർഗ്യുമെൻറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സ് ഞാൻ സ്വയം സാറ്റിസ്ഫൈഡ് ആയത് അത് പരിഗണിച്ചതിന് ശേഷമാണ്, പഠിച്ചതിന് ശേഷമാണ് അത് മനസ്സിലായത്. ഇതിനോട് ചേർത്ത് തന്നെ ഒരു കാര്യം ചോദിക്കുകയാണ്. കാരണം ഈ വിധി വന്നതിന് ശേഷം മുൻ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള കമാൽ പാഷ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. ഇത് വധശിക്ഷ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വ്യക്തമായി പറഞ്ഞു. കാരണം ജീവപര്യന്തത്തിൽ ഒതുക്കാമായിരുന്ന ഒരു കാര്യമായിരുന്നു വധശിക്ഷ എന്നത്, വേണ്ടിയിരുന്നില്ല എന്ന് തന്നെ. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് സാർ എങ്ങനെയാണ്? അതിൻ്റെ പ്രതികരണം ആക്ച്വലി അദ്ദേഹം മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇതാണ് സത്യം. ഏകദേശം 10ഓളം കേസുകളിൽ വധശിക്ഷ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ന്യായാധിപനാണ് ജസ്റ്റിസ് കമാൽ പാഷ. തിരുവനന്തപുരത്ത് തന്നെ ഇരിക്കുമ്പോൾ ഞാനിവിടെ അദ്ദേഹത്തിൻ്റെ കോടതിയിൽ എൻ്റെ സീനിയറിന് വേണ്ടിയിട്ട് ഹാജരായിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇവിടെ 3 കേസുകളിൽ അദ്ദേഹം വധശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കാളമുരുകൻ എന്ന് പറയുന്ന ഒരു പ്രതിക്ക് വധശിക്ഷ കൊടുത്തൊരു കാര്യം അത് ഞാൻ അന്ന് ആ കോടതിയിൽ ഇദ്ദേഹം വധശിക്ഷ പ്രഖ്യാപിക്കുമ്പോൾ ഞാനുണ്ട് അവിടെ. ഒരു പോലീസുകാരനെ കുത്തിയൊരു കേസാണ്. അയാൾ ഈ സാധാരണ കത്തി കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ആ കത്തി കൊണ്ട് നടക്കുന്ന അയാൾ പോലീസുകാരൻ ഈ പിടിക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് അയാൾ ഒരു ക്രിമിനലാണ്. ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് കത്തിയെടുത്ത് കുത്തും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പോൾ അത് ഒരു ചെറിയൊരു കുത്തു കൊടുക്കുന്ന സമയത്ത് കയ്യിലോ മസിലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കുത്തു കൊണ്ട് ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരും പിന്നെ പിടിക്കാനായിട്ട് പോകത്തില്ല. അല്ലെങ്കിൽ അത്രത്തോളം ഉള്ള ഒരു ചങ്കുറപ്പുള്ള അങ്ങനെയുള്ള ഒരു ആളാണെങ്കിലേ പറ്റുള്ളൂ. പക്ഷേ ഇയാൾ കുത്തിയ കുത്ത് കയ്യിലോ മറ്റ് ശരീരഭാഗത്തിലൊന്നും അല്ല കുത്തിയത്, പക്ഷെ നെഞ്ചിലായിപ്പോയി.
ഒറ്റ കുത്തേ ഉള്ളൂ. ആ കുത്ത് ഹാർട്ടിൽ കൊണ്ടു, അതിൻ്റെ ഭാഗമായിട്ട് മരിച്ചു. അപ്പോൾ അത് അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു സാഹചര്യത്തിലുണ്ടായ ഒരു കേസാണ്. അതൊരു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് എന്ന് അദ്ദേഹത്തിന് അന്ന് തോന്നി കൊടുത്തു. പിന്നെ 2 ഗുണ്ടകളുടെ കുടിപ്പക ഉണ്ടായിട്ട് ഈ പടക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ കൈബോംബ് എന്നൊക്കെ പിന്നെ വിശേഷിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്, അതെടുത്തെറിഞ്ഞ് ഒരാളുടെ തലയ്ക്ക് പരിക്കേറ്റ് അയാൾ മരിച്ചു. ഇത് ലോകം മുഴുവൻ നടക്കുന്ന കാര്യമാണ്, ഈ ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പക. അതും ഇവിടെ നടന്നു. അതിനെയും റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റ് ഒരുപാട് കേസുകൾ അതുപോലെ കൊടുത്തിട്ടുണ്ട്. ആ പല കേസുകളും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം കൊടുത്ത പല കേസുകളും നമുക്ക് പരിശോധിച്ചാൽ അതൊരു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസായിട്ട് പരിഗണിക്കാൻ കഴിയണമെന്നില്ല. ഇപ്പോൾ ഒരു റേപ്പ്, ഇപ്പോൾ ഞാൻ പറയാം, നമുക്കറിയാം, ഇപ്പോൾ സഞ്ജയ് റോയുടെ കേസ് കൽക്കട്ടയിൽ നടന്നില്ല. ആ കേസിൽ ഒരു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസായിട്ട് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടുന്ന ഒരു കേസാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ, ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായം. പക്ഷേ ആ ജഡ്ജി അത് പരിഗണിച്ചില്ല. അത് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷനാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ജഡ്ജ്മെൻറ്റാണ്, ജുഡീഷ്യൽ അപ്രീസിയേഷനാണ്. പക്ഷേ അത് ജസ്റ്റിസ് കമാൽ പാഷയ്ക്ക് തീർച്ചയായിട്ടും അത് റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് വന്നിട്ട് വധശിക്ഷ കൊടുക്കണം എന്ന് അദ്ദേഹം പറയുന്ന ഒരാളാണ്. അപ്പോൾ ഓരോ ജഡ്ജസിനും ഓരോ കേസിൻ്റെ കാര്യത്തിനകത്ത് അവരുടെ ഒരു കൺവിക്ഷൻ എന്ന് പറയുന്നത്, ആ ഒരു ജഡ്ജ്മെൻറ്റ് ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ടിരിക്കും. ആ കേസിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരാളിനെ അത് പറയാൻ അർഹതയുള്ളൂ. ഇപ്പം ജസ്റ്റിസ് കമാൽ പാഷ ഗോവിന്ദച്ചാമിയുടെ കേസിനകത്ത് അദ്ദേഹം ഹൈക്കോടതി ജഡ്ജായിട്ട് ഇരിക്കുന്ന സമയത്ത് അപ്പീൽ അവിടെ അദ്ദേഹത്തിന് മുന്നിലെത്തി. ഗോവിന്ദച്ചാമിയുടെ കേസിനകത്ത് അദ്ദേഹം വളരെ 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 ബ്യൂട്ടിഫുള്ളായിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ട് ട്രയൽ കോർട്ടിൻ്റെ ആ ജഡ്ജ്മെൻറ്റിനെ വധശിക്ഷ കൊടുക്കേണ്ടത് തന്നെയാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പം ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു, വീണു, പരിക്കേറ്റു, റേപ്പ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് അത് കൊടുക്കണം, വധശിക്ഷ കൊടുക്കേണ്ടെന്ന് റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെട്ട കേസാണെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ലേ? പക്ഷേ സഞ്ജയ് റോയുടെ കേസിനകത്ത് അത് ട്രൈ ചെയ്ത് ആ ജഡ്ജിനത് തോന്നിയില്ലല്ലോ, അല്ലേ? അപ്പം ഇത് നമ്മൾ അത് കാരണം സഞ്ജയ് റോയുടെ കേസിന് ആ ന്യായാധിപനെ നമ്മൾ വളരെ മോശമാണെന്ന് പറയുകയും, അല്ലെങ്കിൽ ഈ ഗ്രീഷ്മയുടെ കേസിൽ വിധിച്ച ന്യായാധിപനെ അത് അദ്ദേഹത്തിന് ഇത് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നൊരു ജഡ്ജിനെ വിമർശിക്കുകയും ചെയ്യാമോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് വളരെ സംശയമുണ്ട്. അപ്പം ഞാൻ വധശിക്ഷ കൊടുത്തതെല്ലാം തന്നെ അത് കൃത്യമായിട്ടും അത് റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് ആയിരുന്നു. പക്ഷേ ബാക്കിയുള്ളവർ കൊടുക്കുന്നത് ഒരു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് അല്ല, അല്ലെങ്കിൽ അത് കൊടുക്കേണ്ടതല്ല എന്ന് പറയാമോ? പ്രത്യേകിച്ച് ഒരു ഹൈക്കോടതി ജഡ്ജായിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷം. അപ്പോൾ അത് ജുഡീഷ്യറിയോടുള്ള ഒരു, അല്ലെങ്കിൽ ആ ജുഡീഷ്യൽ ഓഫീസേഴ്സായിട്ട് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക്, ജഡ്ജസിന് അതിനെ ഒരു 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 മുറയിൽ അവരെ നഷ്ടപ്പെടുത്തുന്ന അതല്ലേ? കൃത്യമായിട്ട് ഒരു ജഡ്ജി ചെയ്യുന്നത് അതിനകത്ത് എന്തെങ്കിലും പോരായ്മയോ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് നോക്കാൻ മുകളിൽ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഒരു അപ്പലറ്റ് അതോറിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ ഹൈക്കോടതി ഉണ്ട്, ആ ഹൈക്കോടതി നോക്കട്ടെ, അതിനുവേണ്ടി വിടുകയല്ലേ ചെയ്യരുത്. എല്ലാ കേസിനും ഇങ്ങനെ കയറി നമ്മൾ അഭിപ്രായം പറയാൻ പോയാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ജഡ്ജ്മെൻറ്റിനെ വിമർശിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ആ ജഡ്ജ്മെൻറ്റിനെ വിമർശിക്കാനുള്ളത് ഇന്ന ഫാക്ടേഴ്സാണ് എന്നൊക്കെ നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ പറയുമ്പോൾ ആര് പറയുന്നു എന്നുള്ളതൊക്കെ വലിയൊരു കാര്യമാണ്, എപ്പോൾ പറയുന്നു എന്നുള്ളതൊക്കെ വലിയൊരു കാര്യമാണ്. ഈ ഒരു കേസ് പോലീസ് അന്വേഷിച്ചപ്പോഴാണെങ്കിലും തെളിവുകളുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരുപാട് തെളിവുകൾ കിട്ടുന്നു. അതിനുശേഷം സാറിൻ്റെ അടുത്തെത്തുന്നു, അത് വേണ്ട രീതിയിൽ തന്നെ തെളിവുകളെ നോക്കി അത് കോടതിയിൽ അവതരിപ്പിക്കുന്നു. ഇതിലെല്ലാം തന്നെ നോക്കി കാണുമ്പോഴേക്കും ഇതിൽ ഒരു സുപ്രധാന ഘടകമായിരുന്നത് നമ്മുടെ ഷാരോൺ രാജിൻ്റെ ബ്രദറായിരുന്ന ഷിമോൺ രാജ് തന്നെയാണ്. കാരണം ഈ ഒരു കേസിൽ അത്രയധികം ഒരു ആയുർവേദ ഡോക്ടർ കൂടിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു നിഗമനങ്ങൾ തന്നെയാണ് ആദ്യമേ തന്നെ ഇതൊരു കൊലപാതകമാണ് എന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തിച്ചിരുന്നത്. അപ്പം ആ ഒരു സ്നേഹം, ആ ഒരു ബ്രദറിൻ്റെ സ്നേഹത്തെ സർ എങ്ങനെയാണ് ഈ ഒരു കേസ് എടുത്തപ്പോൾ മുതൽ കാണുന്നത്? ഇതിൽ ഇവരുടെ ഈ ബ്രദറിൻ്റെ ഒരു സ്നേഹം എന്നുള്ളതല്ല, ഞാൻ ആക്ച്വലി വളരെ അപൂർവമായി കണ്ടിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ ഒരു ബോണ്ടിങ് ഞാൻ കണ്ടത് ഇവരുടെ കുടുംബത്തിലാണ്. കാരണം അച്ഛൻ ജയരാജ്, അമ്മ പ്രിയ, പിന്നെ ഇവരുടെ ഈ 2 കുട്ടികളുടെയും ഒരു അങ്കിൾ, ഒരു സത്യശീലൻ, പിന്നെ ഈ ഷാരോൺ രാജ്, ഷിമോൺ രാജ്, ഇവരെല്ലാവരും ഈ ഒരു വീട്ടിനകത്ത്, ഈ JP ഹൗസ് എന്ന് പറയുന്ന ഈ വീടിനകത്ത് ഇവർ കഴിഞ്ഞത് വളരെ അടുത്ത കൂട്ടുകാരെ പോലെയാണ്. ഞാൻ ഇവരുടെ ജീവിതത്തിനൊന്ന് പഠിച്ചു.
ഒരു കൗതുകത്തിൻ്റെ ഭാഗമായിട്ട് ഒരു അടുത്ത കൂട്ടുകാരെ പോലെയാണ്. എന്തുണ്ടെങ്കിലും അമ്മ ജോലി ചെയ്യുന്നിടത്ത് പോയിട്ട് അവിടെ ഉണ്ടായ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിലും വീട്ടിൽ പറയും. അച്ഛനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോ ഡ്രൈവറായ അച്ഛനാണെങ്കിലും വളരെ നല്ലൊരു എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം വന്ന് ഇതുപോലെ ഈ കുട്ടികൾ എല്ലാവരും അവർ ഷെയർ ചെയ്യും. ഈ പെൺകുട്ടിയെ പ്രേമിച്ച കാലം തൊട്ട് തന്നെ ഈ വീട്ടിൽ വന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഷാരോൺ രാജ്. അപ്പോൾ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്ന ഒരു നമ്മൾ പറയുന്ന ഈ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം എന്ന് പറയുന്നതിന് അക്ഷരാർത്ഥത്തിൽ അതൊരു അങ്ങനെയുള്ളൊരു കുടുംബമായിരുന്നു ഈ ഷാരോൺ രാജിൻ്റെ കുടുംബം. അപ്പോൾ ഈ ബോയ്, അതായത് ഈ ആയുർവേദ ഡോക്ടർ ഷിമോൺ രാജ് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. ഈ ഗ്രീഷ്മയുമായിട്ട് ഈ ഒരു പ്രശ്നം ഷാരോൺ രാജിന് ഉണ്ടായപ്പോൾ മുതൽ ഇയാൾ ശരിക്കും നോക്കുന്നുണ്ടായിരുന്നു, മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൂടാതെ ഈ അവശനിലയിലായി ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഡോക്ടർ ആദ്യമായിട്ട് ഒരു ഡോക്ടർ അരുണ മെഡിക്കൽ കോളേജിലെ മെഡിസിൻ പ്രൊഫസർ അവരൊരു സംശയം പറഞ്ഞു. എന്തോ വിഷം ഉള്ളിൽ പോയിരിക്കുന്നു, അത് കോപ്പർ സൾഫേറ്റ് ആണോ എന്നുള്ളൊരു സംശയം, തുരിശ് ആണോ എന്നൊരു സംശയമുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇതറിയാൻ വേണ്ടിയിട്ട് ഈ ഷിമോൺ രാജ് ഗ്രീഷ്മയെ ടെലിഫോൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അത് റെക്കോർഡ് മോഡിൽ ഇട്ടിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ ആ ഗ്രീഷ്മ തന്ത്രപൂർവ്വം ഇവരെ വഴിതെറ്റിക്കുന്നതിലേക്കും ഈവൻ ഓരോ രീതിയിലും ഒരിക്കലും ഞാൻ പിന്നെ ഒരു ജ്യൂസ് കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത കഷായത്തിൽ അത് ആദ്യം ഒരു കദളി കൽപ്പം എന്നുള്ളൊരു ഇതിൻ്റെ പേര് പറഞ്ഞു, പിന്നെ അത് കോകിലാഷം കഷായം എന്ന് മാറ്റി പറഞ്ഞു, ഡോക്ടറുടെ പേര് അറിയില്ല എന്ന് പറഞ്ഞു അത് പ്രിസ്ക്രൈബ് ചെയ്തത്, പിന്നെ പ്രിസ്ക്രിപ്ഷൻ കാണാനില്ല എന്ന് പറഞ്ഞു, ഡോക്ടർ ഇവിടെ നിന്ന് മാറിപ്പോയി എന്ന് പറഞ്ഞു, അത് കാരണം കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു, പിന്നെ എനിക്ക് ആ കുപ്പിയെങ്കിലും തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുപ്പിയില്ല എന്ന് പറഞ്ഞു, അത് ഡിസ്പോസ് ചെയ്തു എന്ന് പറഞ്ഞു. ശരിയോ, എങ്ങനെയെങ്കിലും ഒരു അടപ്പെങ്കിലും കുപ്പിയുടെ അടപ്പെങ്കിലും ഒന്ന് എടുത്ത് അയക്കാൻ പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഈ വഴിതെറ്റിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട്, അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥനെയും വഴിതെറ്റിക്കാനായിട്ട് ഗ്രീഷ്മ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഈ ഷിമോൺ രാജിൻ്റെ ഇതിനകത്തുള്ള ഇടപെടൽ ഇത് റെക്കോർഡ് ചെയ്തിരുന്നു. ആ റെക്കോർഡ് ചെയ്തത് ഈ അന്വേഷണം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഫോൺ കൊണ്ട് പോലീസിന് സറണ്ടർ ചെയ്തിട്ട് ആ ഫോണ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസിന് ഇതിൽ നിന്ന് വളരെ ഗ്രീഷ്മയുടെ ഒരു ഇൻറ്റൻഷൻ, അതായത് സപ്രസ് ചെയ്തിട്ട് ഷാരോൺ രാജിൻ്റെ മരണം ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഒരു പെരുമാറ്റമായിരുന്നു എന്നുള്ള ഒരു ലിങ്ക് കൂടെ അതിനകത്ത് വരികയാണ്. അല്ലെങ്കിൽ ഞാനിങ്ങനെ അയാൾ സ്വയം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കലക്കി വെച്ചിരുന്ന ഇന്ന വിഷമെടുത്ത് അയാൾ കുടിച്ചെന്നെങ്കിലും പറഞ്ഞെങ്കിൽ പെട്ടെന്ന് പോലീസിന് ഡോക്ടേഴ്സിന് ഒരു ഉചിതമായിട്ടുള്ള ഒരു ചികിത്സയെങ്കിലും ചിലപ്പോൾ കൊടുക്കാൻ കഴിയുമായിരുന്നേക്കെ. പക്ഷേ ഈ വിഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഗ്രീഷ്മ പഠിച്ചതനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ മരണം സുനിശ്ചിതമാണ്. ഈ 15 ml കൂടുതൽ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. പക്ഷേ എന്നാൽ പോലും ആ കുട്ടിയുടെ അറ്റംപ്റ്റ് രക്ഷപ്പെടുത്തണമെന്ന് തോന്നുന്നില്ല. ഞാൻ ഒരിക്കലും പിടിക്കപ്പെടരുത്, ഞാൻ പിടിക്കപ്പെടില്ല എന്ന വിശ്വാസത്തിൽ, ഒരു ആത്മവിശ്വാസത്തിൽ ഇരിക്കുകയായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഈ ഷിമോൺ രാജിനെയും ഒക്കെ മിസ്ലീഡ് ചെയ്തു, എല്ലാവരെയും ബന്ധുക്കളെല്ലാം മിസ്ലീഡ് ചെയ്തു, പിന്നെ അവസാനം പോലീസിനെ മിസ്ലീഡ് ചെയ്തു. പക്ഷേ കോടതി, നമ്മുടെ ട്രയൽ കോടതി കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏത് ഇൻ്റലിജൻ്റ് ക്രിമിനലാണെങ്കിലും കൃത്യം ചെയ്ത ശേഷം ആ കൃത്യസ്ഥലത്ത് നിന്ന് പോകുന്നതിന് മുമ്പ് പ്രധാന ഒരു തെളിവ് അവശേഷിപ്പിച്ചിട്ട് മാത്രമേ പോകാൻ കഴിയൂ. അതുപോലെ ഗ്രീഷ്മയുടെ ഈ ഫോണിലുള്ള എല്ലാവിധ റെക്കോർഡിങ്സും എല്ലാം തന്നെ ഇതിനകത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോഴും ദൈവത്തിൻ്റെ കരങ്ങളാലുള്ള ഒരു ക്ലൗഡ് ഡാറ്റയിൽ ഇതെല്ലാം ഗ്രീഷ്മ അറിയാതെ സ്റ്റോർ ചെയ്യുകയായിരുന്നു എന്നാണ് ജഡ്ജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ തെളിവുകൾ അവിടെ കിടന്നു. അപ്പോൾ അദ്ദേഹം ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രീഷ്മയെ അറിയാതെ ഗ്രീഷ്മ തന്നെ ഗ്രീഷ്മയ്ക്കെതിരെയുള്ള തെളിവുകൾ ചുമന്ന് നടക്കുകയായിരുന്നു. അത് വളരെ ശാസ്ത്രീയമായി കേരള പോലീസ് അത് പുറത്തു കൊണ്ടുവന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ശാസ്ത്രീയ തെളിവുകളോടെ ട്രാൻസ്പെറൻ്റായിട്ട് തുറന്ന കോടതിയിൽ എല്ലാ തെളിവുകളും രേഖപ്പെടുത്തി ആണ് ഇങ്ങനെ ഒരു വിധിയിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞിട്ട് കേരള പോലീസിൻ്റെ ഒരു ചരിത്രത്തിൽ അവരുടെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി ഉണ്ടായിരിക്കുകയാണ് ഈ കേസിൻ്റെ കൃത്യമായിട്ടുള്ള വിധി എന്നുകൂടി അദ്ദേഹം ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. ഈ ഒരു വിധിയിൽ നിന്ന് അമ്മയെ മാറ്റിയതിൽ സാറിന് എന്താണ് പറയാനുള്ളത്? കാരണം ഗ്രീഷ്മയുടെ അമ്മയെ ഇതിൽ നിന്ന് മാറ്റിയത്, ഗ്രീഷ്മയുടെ അമ്മ ഇതിൽ പങ്കെടുത്ത ഭാഗമെന്ന് പറയുന്നത്, ഗ്രീഷ്മ വിഷം കലർത്താൻ ഉപയോഗിച്ച കുപ്പി ഒളിപ്പിക്കാൻ ശ്രമിച്ചു. ആദ്യം ഇത് പോലീസ് അവിടേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ വിഷക്കുപ്പി ആ വീട്ടിലുണ്ടായിരുന്നതിനെ
ഗ്രീഷ്മയുടെ അറിവോടുകൂടി ആയിരിക്കാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഗ്രീഷ്മയുടെ അമ്മ ഈ കുപ്പി സിന്ധു തൊട്ടടുത്തുള്ള ഒരു റബ്ബർ പുരയിടത്തിലേക്ക് വലിച്ചെറിയുകയായിരുന്നു, പോലീസിൻ്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ. പക്ഷേ പോലീസ് തീർച്ചയായിട്ടും ആ പരിസരമാകെ വളരെ നല്ല രീതിയിൽ പരിശോധിക്കുമല്ലോ. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്നാം പ്രതിയായിട്ടുള്ള അമ്മാവൻ നിർമ്മലകുമാരൻ നായർ ഗ്രീഷ്മയുടെ അമ്മയുടെ അറിവോടുകൂടി ഈ കുപ്പി അവിടെ നിന്നും എടുത്ത് ഏകദേശം 2.5 കിലോമീറ്റർ മാറ്റി ദൂരെയുള്ളൊരു രാമവർമ്മൻ ചിറ എന്ന് പറയുന്നൊരു കുളത്തിന് സമീപമുള്ളൊരു കൈതക്കാടിനുള്ളിൽ കൊണ്ടൊളിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇതിന് ഈ നിർമ്മലകുമാരൻ നായർ കൊടുത്ത കൺഫെഷൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് പോലീസിനെ കൊണ്ടുപോയി ഈ കുപ്പി എടുക്കുകയും സാക്ഷികളുടെ സാന്നിധ്യത്തിലെടുത്ത് മഹസർ തയ്യാറാക്കി ഈ കുപ്പിയെടുത്ത് അത് പരിശോധനയ്ക്ക് അയക്കുകയും ആ കുപ്പിയിൽ നിന്ന് കെമിക്കൽ അനാലിസിസ് ലബോറട്ടറിയിൽ ഇത് പാരക്വിറ്റാണ് എന്ന് തെളിഞ്ഞു വരികയും ചെയ്തു. അങ്ങനെ ഒരു വലിയൊരു കണക്ഷൻ ഇതിനകത്ത് കിട്ടി. പക്ഷേ സിന്ധുവിനെ സംബന്ധിച്ച്, അതായത് ഗ്രീഷ്മയുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം, ഇതെടുത്ത് ഒളിപ്പിക്കാൻ വേണ്ടി റബ്ബർ പുരയിടത്തിലേക്ക് എറിഞ്ഞത് എന്ന് പറയുന്നത് ഇവർക്ക് 3 പേർക്കും മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. പോലീസിന് കൊടുത്ത ഒരു കുറ്റസമ്മത മൊഴി മാത്രമാണ് ഈ 2ാം പ്രതിക്കെതിരെയുള്ള തെളിവ്. പക്ഷേ പോലീസിന് കൊടുത്ത കുറ്റസമ്മത മൊഴി നിയമപരമായിട്ട് ട്രയൽ കോടതിയിൽ അത് തെളിവ് അഡ്മിസിബിൾ അല്ല, അല്ലെങ്കിൽ തെളിവ് സ്വീകരിക്കാൻ കഴിയില്ല കോടതിക്ക്. അപ്പോൾ അത് കാരണമാണ് അതിൻ്റെ ബെനിഫിറ്റ് 2ാം പ്രതിക്ക് കിട്ടുകയും 2ാം പ്രതിയെ കോടതി വെറുതെ വിടുകയും ചെയ്തത്. അപ്പോൾ അത് പൂർണ്ണമായും കോടതി ചെയ്തത് ശരിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി പ്രതിപട്ടികയിൽ വരാത്ത ആരെങ്കിലും ഇതിന് പിന്നിലുണ്ടെന്നോ? ഒരിക്കലില്ല. വളരെ ഡീപ്പായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാണ്. കാരണം കൊലപാതകം എന്ന് പറയുന്ന ചാർജ് 302 IPC ഇട്ടിരിക്കുന്നത് ഗ്രീഷ്മയ്ക്കെതിരെ മാത്രമാണ്. ബാക്കി 2 പേർക്കും ഇട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് തെളിവ് നശിപ്പിക്കലിന് മാത്രമാണ്. ഇവിടെ ഈ ഒരു കേസിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇവിടെ വരുന്നത് ജസ്റ്റിസ് വേഴ്സ് ലവ് ആണ്. കാരണം ഇപ്പം ഒരുപാട് യുവാക്കൾക്കാണെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം ജീവൻ നഷ്ടപ്പെട്ട് പ്രണയത്തിൻ്റെ രക്തസാക്ഷിയായിട്ടാണ് ഷാരോൺ രാജ് മാറി നിൽക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് യുവാക്കൾ ഇപ്പോഴും പ്രണയത്തെ ആത്മാർത്ഥമായി കാണുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഇതുപോലുള്ള കേസുകൾ, ഇതുപോലുള്ള ഒരുപാട് പ്രതികളും നമ്മുടെ ഈ ഒരു ചുറ്റുപാടും ഉണ്ടാവാം. അപ്പം സാറിന് ഈ ഒരു കേസ് നോക്കുമ്പോൾ പ്രണയത്തെ അല്ലെങ്കിൽ പ്രണയിക്കുന്ന യുവാക്കളോടൊക്കെ എന്താണ് പറയാനുള്ളത്? പ്രണയിക്കുന്ന യുവാക്കളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പ്രണയിക്കുന്നു എങ്കിൽ അത് ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടുള്ളൊരു പ്രണയം മാത്രമായിരിക്കണം. അതല്ല എങ്കിൽ ഒരിക്കലും നമുക്ക് പ്രണയത്തിലേക്ക് പോകാതിരിക്കുക. പോയാൽ ആ പ്രണയം ഒരിക്കലും ഒരാളിൻ്റെ ഭാവിയെയോ അവരുടെ ജീവിതത്തെയോ ബാധിക്കുന്ന തരത്തിൽ അവർക്ക് ഒരു പ്രവൃത്തിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാതിരിക്കണം. ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ പ്രണയത്തിലേക്ക് വഴുതി വീണു പോകാം. എന്നിട്ട് അവർക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ വിവാഹം കഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഈ 2 പേർക്കും ഒരു ജീവിതമുണ്ട്, ജീവനുണ്ട്. അവരുടെ കുടുംബത്തിലെ ഒരുപാട് പേർക്ക് പല സ്വപ്നങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതവർ മനസ്സിലാക്കി ഈ പക എന്ന് പറയുന്നത് മനസ്സിൽ ഒരിക്കലും കൊണ്ടു നടക്കാതെ കൈകൊടുത്ത് പിരിയണം. അല്ലെങ്കിൽ അവർ ആത്മാർത്ഥമായിട്ട് ജീവിതം ഒരുമിച്ച് സത്യസന്ധമായിട്ട് വീണ്ടും വീണ്ടും പ്രണയിച്ചുകൊണ്ടേയിരുന്ന് കൊണ്ട് ജീവിക്കണം. അതാണ് ചെയ്യേണ്ടത്. സർ, അതുപോലെ തന്നെ തൻ്റെ അഭിഭാഷക ജീവിതം നോക്കുകയാണെങ്കിൽ അഭിഭാഷക ജീവിതത്തിലെ ഒരു ഗോൾഡൻ ഫെദർ തന്നെയാണ് ഈ ഒരു വിധി വന്നതിന് ശേഷം ഒരു തൂക്കുകയർ വാങ്ങിക്കൊടുത്തപ്പോൾ സാറിൻ്റെ കരിയറിൽ തന്നെ അതൊരു ബെസ്റ്റായിരുന്നു. അപ്പം ഈ വിധി വന്നതിന് ശേഷം കേരളത്തിൽ തന്നെ പോപ്പുലർ ആയിട്ടുള്ളൊരു അഡ്വക്കേറ്റ് കാറ്റഗറി, അല്ലെങ്കിൽ ഇപ്പോൾ വിനീത് കുമാർ എന്നൊരു അഡ്വക്കേറ്റ് ആ ഒരു പോപ്പുലാരിറ്റിയിലേക്കും വന്നിരിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് ഈ വിധി വന്നതിന് ശേഷമുള്ള സാറിൻ്റെ ഒരു? ഞാൻ അങ്ങനെ ഒരു വലിയൊരു പോപ്പുലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നമ്മളിപ്പോൾ എന്നെ ഏൽപ്പിച്ച ഒരു കർത്തവ്യം, ഗവൺമെൻറ് സർക്കാർ ഏൽപ്പിച്ച ഒരു കർത്തവ്യം, അത് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എഫേർട്ട് എടുത്ത് ആത്മാർത്ഥമായിട്ട് എൻ്റെ ജൂനിയേഴ്സ്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അഡ്വക്കേറ്റ് അൽഫാസ് മഠത്തിൽ, പിന്നെ അഡ്വക്കേറ്റ് നവനീത് കുമാർ എൻ്റെ മകനാണ്. ഇവർ 2 പേരും എന്നോട് ഇടതും വലതും നിന്ന് എന്നെ ഊണിലും ഉറക്കത്തിലും പഠനത്തിലും ഒക്കെ ഈ കേസിനെ സംബന്ധിച്ച് സഹായിച്ചവരാണ്. അപ്പോൾ അവരുടെയൊക്കെ സഹായം, പിന്നെ ഞാൻ ഇവിടെ നിന്ന് നെയ്യാറ്റിൻകര കോടതിയിലേക്ക് പോയി ഈ കേസ് നടത്തുന്നതായിട്ട് നിൽക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ എൻ്റെ ഓഫീസ് നടത്തിക്കൊണ്ട് പോയ അഡ്വക്കേറ്റ് ചൈതന്യ സീനിയറായിട്ടുള്ള ആൾ, പിന്നെ മറ്റ് ജൂനിയർമാർ ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമമാണ് യഥാർത്ഥത്തിൽ ഇത് നടത്തിയത്. അല്ലാതെ ഇതൊരു അഡ്വക്കേറ്റ് വിനീത് കുമാറിൻ്റെ വിജയം മാത്രമല്ല, പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എനിക്ക് തന്ന ഒരു സപ്പോർട്ട് എല്ലാവരും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല എങ്കിലും
വളരെ വലിയ സപ്പോർട്ട്. പിന്നെ അതാണ് ഇതിൻ്റെ ഒരു വിജയം. പിന്നെ ഒരു പക്ഷേ അങ്ങനെ ഒരു വലിയ എന്താ പറയുന്നത്, വളരെ പ്രഗത്ഭമതിയായിട്ടുള്ളൊരു അഭിഭാഷകനാണ് ഞാൻ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഞാൻ അങ്ങേയറ്റം ആരാധിക്കുന്ന വളരെ കഴിവുള്ള ഒരു സീനിയർ മോസ്റ്റ് അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത്. അദ്ദേഹമാണ് പ്രതിഭാഗം അഡ്വക്കേറ്റായിട്ട് ഇതിൽ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ കഴിവ് വെച്ച് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഈ ഒരു അറിവും പരിചയവും കഴിവുമൊക്കെ എത്രയോ താഴെയാണ് അതിൻ്റെ. അതാണ് സത്യം. എന്താണെങ്കിലും ഈ കേസിൻ്റെ എല്ലാ നിയമ പഴുതുകളും അടച്ചുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്ന വിധി സമൂഹം ഒന്നടങ്കം ആഗ്രഹിച്ച ആ ഒരു വിധി നേടിക്കൊടുത്ത അഡ്വക്കേറ്റ് വിനീത് കുമാർ ഒരു ബിഗ് സല്യൂട്ട് തന്നെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.